വെൽക്കം ടു ക്യുക്നെറ്റ് ട്യൂട്ടോറിയൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രൊഡക്ഷൻ ഫംഗ്ഷന്റെ ലോസിനെ പറ്റിയാണ്. പ്രൊഡക്ഷൻ ഫംഗ്ഷന് രണ്ട് ലോസ് ആണുള്ളത്, ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ ആൻഡ് ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷനെ പറ്റിയാണ്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. എന്താണ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ? ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷനാണ് ലോ ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺസ് എന്ന് പറയുന്നത്. ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് ഷോർട്ട് റൺ കോൺസെപ്റ്റ് ആണ്. ഷോർട്ട് റൺ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത് വേരിയബിള്, മറ്റെല്ലാ ഇൻപുട്ടും കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഫിക്സഡും ആയിരിക്കും. ഇത് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷന്റെ എഫക്ട് കാണിക്കുന്ന ഒരു ടേബിള് ചാർട്ടുമാണ്. ഇവിടെ ഇപ്പം ടേബിളിൽ തന്നിരിക്കുന്നത് ലേബേഴ്സ്, ടോട്ടൽ പ്രൊഡക്റ്റ്, ആവറേജ് പ്രൊഡക്റ്റ് ആൻഡ് മാർജിനൽ പ്രൊഡക്റ്റ്. ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത് വേരിയബിളും ബാക്കിയുള്ള എല്ലാ ഇൻപുട്ടും കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഫിക്സഡും ആയിരിക്കും. നമ്മുടെ ഇപ്പൊ ലേബേഴ്സ് ആണ് വേരിയബിൾ ഇൻപുട്ട് എന്ന് പറയുന്നത്. സോ നമ്മൾ ലേബേഴ്സിന്റെ എണ്ണം കൂട്ടിയിട്ട് പ്രൊഡക്ഷൻ നടത്തുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പം ആദ്യം ഒരു ലേബർ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒരു ലേബർ പ്രൊഡ്യൂസ് ചെയ്ത ടോട്ടൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 10 ആയിരുന്നു. ദെൻ ആവറേജ് പ്രൊഡക്റ്റ് 10, മാർജിനൽ പ്രൊഡക്റ്റും 10 ആയിരുന്നു. ദെൻ രണ്ടാമത് ഒരു ലേബറേയും കൂടെ കൂട്ടി. അപ്പൊ രണ്ട് ലേബറും കൂടെ പ്രൊഡ്യൂസ് ചെയ്ത ടോട്ടൽ പ്രൊഡക്റ്റ് ആണ് 24 എന്ന് പറയുന്നത്. ഇത് ടോട്ടൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലേബേഴ്സ് അവിടെ പ്രൊഡ്യൂസ് ചെയ്ത ടോട്ടൽ പ്രൊഡക്റ്റ്, അതായത് രണ്ട് ലേബറും കൂടെ പ്രൊഡ്യൂസ് ചെയ്തത് 24 ആണ്. ദെൻ ആവറേജ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 12. ആവറേജ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് എന്താ? ആവറേജ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലേബർ, അതായത് രണ്ട് ലേബറും കൂടിയാണ് 24 പ്രൊഡ്യൂസ് ചെയ്തത്, ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്തത്. ദെൻ അതിൽ ഒരു ലേബർ പ്രൊഡ്യൂസ് ചെയ്തത്, അതായത് ആവറേജ് ഒരു ലേബർ പ്രൊഡ്യൂസ് ചെയ്ത ഔട്ട്പുട്ട് ആണ് 12 എന്ന് പറയുന്നത്. ഇവിടെ മാർജിനൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരാളെയും കൂടെ കൂട്ടി. അപ്പൊ ആ അഡീഷണൽ ആയിട്ട് വന്ന അയാളുടെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ അയാൾ പ്രൊഡ്യൂസ് ചെയ്ത ഔട്ട്പുട്ട് ആണ് 14 എന്ന് പറയുന്നത്. അതായത് ടോട്ടൽ പ്രൊഡക്റ്റ്, അതായത് 24 - 10 = 14, 14. അതായത് ഇവിടെ നമ്മൾ ഫസ്റ്റത്തെ ലേബർ 10 ആണ് പ്രൊഡ്യൂസ് ചെയ്തത്, 10 ഔട്ട്പുട്ട് ആണ് പ്രൊഡ്യൂസ് ചെയ്തത്. ദെൻ രണ്ടാമത് വന്നപ്പോൾ രണ്ട് ലേബേഴ്സും കൂടിയാണ് 24 പ്രൊഡ്യൂസ് ചെയ്തത്. സോ രണ്ടാമത് വന്ന അയാളുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നതായിരിക്കും 14 എന്ന് പറയുന്നത്. ഇനിയിപ്പം ആവറേജ് പ്രൊഡക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരു ഇക്വേഷൻ ആയിട്ട് പറയുകയാണെങ്കിൽ ആവറേജ് പ്രൊഡക്റ്റ് = ടോട്ടൽ പ്രൊഡക്റ്റ് ഡിവൈഡ് ബൈ വേരിയബിൾ ഇൻപുട്ട്. ഇവിടെ വേരിയബിൾ ഇൻപുട്ട് എന്ന് പറയുന്നത് ലേബർ ആണ്, അതുകൊണ്ട് തന്നെ ടോട്ടൽ പ്രൊഡക്റ്റ് ഡിവൈഡ് ബൈ ലേബർ. ഇനി മാർജിനൽ പ്രൊഡക്റ്റിന്റെ ഇക്വേഷൻ പറയുകയാണെങ്കിൽ MP = ഡെൽറ്റ TP ഡിവൈഡ് ബൈ ഡെൽറ്റ വേരിയബിൾ ഇൻപുട്ട്. ഡെൽറ്റ TP എന്ന് പറഞ്ഞിട്ടുണ്ട് ചേഞ്ച് ഇൻ ടോട്ടൽ പ്രൊഡക്റ്റ് ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ വേരിയബിൾ ഇൻപുട്ട്. ഇവിടെ വേരിയബിൾ ഇൻപുട്ട് എന്ന് പറയുന്നത് ലേബേഴ്സ് ആണ്. സോ ഡെൽറ്റ TP എന്ന് പറഞ്ഞിട്ടുണ്ട് 24 - 10, അതായത് ഇപ്പൊ അഡീഷണൽ ആയിട്ട് വന്ന ആ ഒരു ലേബർ പ്രൊഡ്യൂസ് ചെയ്ത ഔട്ട്പുട്ട് ആണ് MP എന്ന് പറയുന്നത്, അതായത് മാർജിനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ടോട്ടൽ പ്രൊഡക്റ്റിനെ ടോട്ടൽ ഫിസിക്കൽ പ്രൊഡക്റ്റ് TPP എന്ന് പറയാം. അതേപോലെ തന്നെ ആവറേജ് പ്രൊഡക്റ്റിനെ ആവറേജ് ഫിസിക്കൽ പ്രൊഡക്റ്റ് എന്ന് പറയാം. മാർജിനൽ പ്രൊഡക്റ്റിനെ മാർജിനൽ ഫിസിക്കൽ പ്രൊഡക്റ്റ് എന്ന് പറയാം. ഇനി നമ്മൾ തേർഡ് കേസ് നോക്കുകയാണെങ്കിൽ മൂന്നാമത് ഒരു വർക്കറേയും കൂടെ ആഡ് ചെയ്തു. അതായത് ഇപ്പൊ 3 വർക്കറും കൂടിയാണ് 39 യൂണിറ്റ്, അതായത് 39 യൂണിറ്റ് പ്രൊഡക്ഷൻ നടത്തി ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്തു. ദെൻ ആവറേജ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്, അതായത് 3 പേരോടെ കൂടിയിട്ടാണ് 39 യൂണിറ്റ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്തത്. അതിപ്പം അതിൽ ഒരു വർക്കർ പ്രൊഡ്യൂസ് ചെയ്ത ഔട്ട്പുട്ട് എന്ന് പറയുന്നതാണ് 13, അതായത് 39 ഡിവൈഡ് ബൈ 3 = 13. ദെൻ മാർജിനൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 15, അതായത് ഇവിടെ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്ത ആ ലേബർ പ്രൊഡ്യൂസ് ചെയ്തതാണ് മാർജിനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്, അതായത് 15. ഇവിടെ അഡീഷണൽ ആയിട്ട് വന്ന ആ ഒരു ലേബർ പ്രൊഡ്യൂസ് ചെയ്തതാണ് 15 യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ദെൻ അടുത്ത കേസിൽ ഒരു വർക്കറേയും കൂടെ നമ്മൾ ആഡ് ചെയ്തു. അപ്പം വർക്കേഴ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് 4 ആയി. 4 വർക്കറും കൂടെ പ്രൊഡ്യൂസ് ചെയ്ത ഔട്ട്പുട്ട് ആണ് 56 എന്ന് പറയുന്നത്. അതിൽ ഒരു വർക്കർ പ്രൊഡ്യൂസ് ചെയ്തതാണ് 14, 56 ഡിവൈഡ് ബൈ 4. ദെൻ ആ അഡീഷണൽ ആയിട്ട് നമ്മൾ ആഡ് ചെയ്ത ആ ഒരു വർക്കർ, ഇവിടെ നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരു വർക്കറേയും കൂടെ ആഡ് ചെയ്തു. ആ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്ത ആ ഒരു വർക്കർ പ്രൊഡ്യൂസ് ചെയ്തതാണ് 17 യൂണിറ്റ് എന്ന് പറയുന്നത്, അതായത് 56 - 39, 17 യൂണിറ്റ്. അപ്പം ഈ ഫസ്റ്റത്തെ 4 കേസ് നോക്കുകയാണെങ്കിൽ മാർജിനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതായത്
അഡീഷണൽ ആയിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആ ഒരു വർക്ക്, അഡീഷണൽ ആയിട്ട് നമ്മൾ ആഡ് ചെയ്ത ആ ഒരു വർക്കർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് കൂടിക്കൊണ്ടിരിക്കും. മാർജിനൽ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഫസ്റ്റ് 10 ആയിരുന്നു, ദെൻ 14, 15, 17 എന്നായി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ദെൻ നമ്മൾ ഒരു വർക്കറേയും കൂടി ആഡ് ചെയ്തപ്പം 5 വർക്കേഴ്സായി. 5 വർക്കേഴ്സും കൂടി പ്രൊഡ്യൂസ് ചെയ്ത ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 70 ആണ്. അതിൽ ഒരാൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് 14 എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരാളെയും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പം ആ അഡീഷണൽ ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആള് പ്രൊഡ്യൂസ് ചെയ്ത ഔട്ട്പുട്ട് ആണ് 14 എന്ന് പറയുന്നത്. അതായത് 70 - 56 14. ദെൻ അടുത്ത കേസിൽ ഒരു വർക്കറേയും കൂടെ നമ്മൾ ആഡ് ചെയ്തു. അപ്പം 6 വർക്കേഴ്സും കൂടിയിട്ട് പ്രൊഡ്യൂസ് ചെയ്തതാണ് 78 യൂണിറ്റ് ഔട്ട്പുട്ട് ആണ് പ്രൊഡ്യൂസ് ചെയ്തത്. അതിൽ ഒരാൾ പ്രൊഡ്യൂസ് ചെയ്തതാണ് 13 എന്ന് പറയുന്നത്. ദെൻ നമ്മൾ അഡീഷണൽ ആയിട്ട് ആ ഒരാളെയും കൂടെ നമ്മൾ ആഡ് ചെയ്തപ്പോൾ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്ത ആ ഒരു ലേബർ പ്രൊഡ്യൂസ് ചെയ്ത ഔട്ട്പുട്ട് ആണ് 8 യൂണിറ്റ് എന്ന് പറയുന്നത്. ദെൻ നമ്മൾ ഒരു ലേബറിനെയും കൂടി ആഡ് ചെയ്തു. അപ്പം നമുക്ക് 7 ലേബേഴ്സ് ആയി. 7 ലേബേഴ്സും കൂടി പ്രൊഡ്യൂസ് ചെയ്തത് 84 യൂണിറ്റ് ഔട്ട്പുട്ട് ആണ് പ്രൊഡ്യൂസ് ചെയ്തത്. ദെൻ അതിൽ ഒരാൾ പ്രൊഡ്യൂസ് ചെയ്തതാണ് 12, അതായത് 84/7. ഒരാൾ പ്രൊഡ്യൂസ് ചെയ്തതാണ് 12 എന്ന് പറയുന്നത്. ദെൻ നമ്മൾ ഇവിടെ ഒരാളെയും കൂടി അഡീഷണൽ ആയിട്ട് ഒരാളെയും കൂടി ആഡ് ചെയ്തു. അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്ത ആ വ്യക്തി പ്രൊഡ്യൂസ് ചെയ്തതാണ് 6 എന്ന് പറയുന്നത്. 6 യൂണിറ്റ് ആണ് അഡീഷണൽ ആയിട്ട് വന്ന ആള് പ്രൊഡ്യൂസ് ചെയ്തത്. ദെൻ അടുത്ത കേസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ലേബറിനെയും കൂടി ആഡ് ചെയ്തു. അപ്പൊ നമുക്ക് മൊത്തം എത്രയായി? 8 ലേബേഴ്സ് ആയി. 8 ലേബേഴ്സും കൂടെ പ്രൊഡ്യൂസ് ചെയ്തതാണ് 84 യൂണിറ്റ് ഔട്ട്പുട്ട് ആണ് 8 ലേബേഴ്സും കൂടെ പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പൊ അതിൽ ഒരാൾ പ്രൊഡ്യൂസ് ചെയ്തത് 10.5 യൂണിറ്റ് ആണ് ഔട്ട്പുട്ട് ആണ് പ്രൊഡ്യൂസ് ചെയ്തത്. അതായത് 8 പേരും കൂടിയായിട്ടാണ് 84 പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പൊ അതിൽ ഒരാൾ പ്രൊഡ്യൂസ് ചെയ്തതാണ് 10.5 യൂണിറ്റ് എന്ന് പറയുന്നത്. അവിടെ അപ്പൊ നമ്മൾ അഡീഷണൽ ആയിട്ട് വന്ന ആള് പ്രൊഡ്യൂസ് ചെയ്തത് എത്രയാ? ഒന്നുമില്ല, 0 ആണ് അഡീഷണൽ ആയിട്ട് വന്ന അയാള് ആ ലേബർ പ്രൊഡ്യൂസ് ചെയ്തത്. അതായത് ഇവിടെ 7 ലേബേഴ്സും കൂടെ പ്രൊഡ്യൂസ് ചെയ്ത് 84 ആയിരുന്നു. ദെൻ 8 ലേബേഴ്സും കൂടെ പ്രൊഡ്യൂസ് ചെയ്തു 84 ആണ്. സോ അവിടെ അഡീഷണൽ ആയിട്ട് വന്ന ലേബർ ഒന്നും പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. സോ 0 ആണ്. ഈ ഒരു കേസിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഇവിടെ അഡീഷണൽ ആയിട്ട് വന്ന ലേബേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് ആദ്യം 8 ആയിരുന്നു, ദെൻ 6 ആയിരുന്നു, ദെൻ 0യിലേക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ദെൻ നമുക്ക് അടുത്ത കേസ് നോക്കുകയാണെങ്കിൽ അടുത്ത ഒരു ലേബറേയും കൂടി ആഡ് ചെയ്തു. അപ്പൊ നമുക്ക് മൊത്തം എത്ര ലേബേഴ്സ് ആയി? 9 ലേബേഴ്സ് ആയി. ദെൻ നമ്മളിവിടെ മാർജിനൽ പ്രൊഡക്റ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ, അതായത് മാർജിനൽ പ്രൊഡക്ഷൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ആ അഡീഷണൽ ആയിട്ട് വന്ന ലേബർ പ്രൊഡ്യൂസ് ചെയ്തത് എത്രയാ? -3 യൂണിറ്റ് ആണ് അഡീഷണൽ ആയിട്ട് വന്ന ലേബർ പ്രൊഡ്യൂസ് ചെയ്ത്. -3 യൂണിറ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്തത്. അതായത് നെഗറ്റീവിലേക്ക് പോയി. ഇപ്പൊ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു വേരിയബിൾ മാത്രം വേരി ചെയ്തു, അതായത് ചേഞ്ച് ചെയ്തുകൊണ്ട് ടോട്ടൽ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഔട്ട്പുട്ട്സിൽ ഉണ്ടാവുന്ന മാറ്റമാണ് ഇവിടെ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷനിൽ പറയുന്നത്. അതായത് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് നമ്മൾ അവിടെ ഒരു ഇൻപുട്ട് മാത്രം ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഒരു ഇൻപുട്ട് മാത്രം നമ്മൾ കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അതിനനുസരിച്ച് ടോട്ടൽ പ്രൊഡക്റ്റ്, അതായത് ടോട്ടൽ ഔട്ട്പുട്ടിലും ചേഞ്ചസ് കാണിക്കുന്നതാണ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ആ ഒരു ഇൻപുട്ട് കൂട്ടുന്നതിനനുസരിച്ചുള്ള ചേഞ്ചസ് ടോട്ടൽ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ടോട്ടൽ ഔട്ട്പുട്ടിലും ഉണ്ടാവും. അപ്പൊ ഇവിടെ നമ്മൾ ലേബേഴ്സിന്റെ എണ്ണം 1ൽ നിന്ന് 4 ആയിട്ട് കൂട്ടിയപ്പോഴത്തേനും, അതായത് 1ൽ നിന്ന് 4 ആയിട്ട് നമ്മൾ കൂട്ടിയപ്പോ ടോട്ടൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ടോട്ടൽ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ടോട്ടൽ ഔട്ട്പുട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ആദ്യം 10 ആയിരുന്നു, ദെൻ 14 ആയി. അതായത് കൂടുന്ന റേറ്റ് എന്ന് പറയുന്നത് 14 ആയി, 15 ആയി, 17 ആയി, ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ലേബേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന, അതായത് ലേബേഴ്സിനെ ആഡ് ചെയ്യുന്നതിനനുസരിച്ച് അവിടെ ടോട്ടൽ പ്രൊഡക്റ്റിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് എന്ന് പറയുന്നത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് മാർജിനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സ്റ്റേജിനെയാണ് സ്റ്റേജ് ഓഫ് ഇൻക്രീസിംഗ് റിട്ടേൺസ് എന്ന് പറയുന്നത്. അതായത് മാർജിനൽ പ്രൊഡക്റ്റ് കൂടിക്കൊണ്ടിരിക്കുന്നത്, അതായത് ടോട്ടൽ പ്രൊഡക്റ്റിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് എന്ന് പറയുന്നത് ഇൻപുട്ട് കൂട്ടുന്നതിനനുസരിച്ച് ടോട്ടൽ പ്രൊഡക്റ്റിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് എന്ന് പറയുന്നത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ദെൻ നമ്മൾ 5 മുതൽ 8 വരെ വർക്കേഴ്സിനെ കൂട്ടിയപ്പോൾ 5 മുതൽ 8 വരെ വർക്കേഴ്സിനെ കൂട്ടിയപ്പോൾ അവിടെ മാർജിനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് കുറയാൻ തുടങ്ങി. ആദ്യം നമുക്ക് 14 ആയിരുന്നു, ദെൻ 8 ആയി, 6 ആയി, 0യിലെത്തി.
അപ്പൊ മാർജിനൽ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ടോട്ടൽ പ്രൊഡക്റ്റിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് എന്ന് പറയുന്നത് കുറയാൻ തുടങ്ങി. ഇതിനെയാണ് സ്റ്റേജ് ഓഫ് ഡിക്രീസിങ് റിട്ടേൺ അല്ലെങ്കിൽ ഡിമിനിഷിങ് റിട്ടേൺ എന്ന് പറയുന്നത്. അതായത് ലേബേഴ്സിന്റെ എണ്ണം കൂട്ടുന്നതിനനുസരിച്ച് ഇവിടെ ടോട്ടൽ പ്രൊഡക്റ്റിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് എന്ന് പറയുന്നത്, അതായത് മാർജിനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് കുറയാൻ തുടങ്ങി. ദെൻ നമ്മൾ 9ാമത് ഒരു വർക്കറേയും കൂടെ ആഡ് ചെയ്തപ്പോൾ അങ്ങനെ 9 വർക്കേഴ്സ് ആയപ്പോൾ മാർജിനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നെഗറ്റീവിലേക്ക്, അതായത് 0യിൽ നിന്ന് നെഗറ്റീവിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്, -3യിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ടോട്ടൽ പ്രൊഡക്റ്റ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതായത് ഇൻക്രീസിങ് റേറ്റിൽ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദെൻ അത് ഡിക്രീസ് ചെയ്യാൻ തുടങ്ങി. ദെൻ മൈനസിലേക്ക്, അതായത് നെഗറ്റീവിലേക്ക് പോയി. ഈ നെഗറ്റീവിലേക്ക് പോകുന്ന സ്റ്റേജിനെയാണ് സ്റ്റേജ് ഓഫ് നെഗറ്റീവ് റിട്ടേൺ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷനിൽ 3 സ്റ്റേജ് ആണുള്ളത്. സ്റ്റേജ് ഓഫ് ഇൻക്രീസ് റിട്ടേൺ, ഡിക്രീസിങ് റിട്ടേൺ അല്ലെങ്കിൽ ഡിമിനിഷിങ് റിട്ടേൺ, ദെൻ നെഗറ്റീവ് റിട്ടേൺസ്. ദെൻ നമുക്ക് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷനിൽ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനും കൂടെ നോക്കാം. ഇവിടെ കാണിച്ചിരിക്കുന്ന ടോട്ടൽ പ്രൊഡക്റ്റ്, ആവറേജ് പ്രൊഡക്റ്റ്, മാർജിനൽ പ്രൊഡക്റ്റ് കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ ടോട്ടൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ടോട്ടൽ പ്രൊഡക്റ്റ് മാക്സിമം എത്തുമ്പോഴാണ് മാർജിനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 0യിൽ എത്തുക. അതായത് ഇവിടെ ടോട്ടൽ പ്രൊഡക്റ്റ് മാക്സിമത്തിൽ എത്തി, അതായത് 84ൽ എത്തിയപ്പോഴാണ് മാർജിനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 0യിൽ എത്തിയത്. അതാണ് ടോട്ടൽ പ്രൊഡക്റ്റ് മാക്സിമം എത്തിയപ്പോൾ മാർജിനൽ പ്രൊഡക്റ്റ് 0യിൽ എത്തി. ദെൻ ടോട്ടൽ പ്രൊഡക്റ്റും ആവറേജ് പ്രൊഡക്റ്റും മാർജിനൽ പ്രൊഡക്റ്റും കുറയാൻ തുടങ്ങി. ഈ ഒരു ഗ്രാഫിൽ ഫസ്റ്റ് ആവറേജ് പ്രൊഡക്റ്റും ടോട്ടൽ പ്രൊഡക്റ്റും മാർജിനൽ പ്രൊഡക്റ്റും ഇൻക്രീസ് ചെയ്യുന്ന ആ ഒരു സ്റ്റേജിനെയാണ് ഇൻക്രീസ് റിട്ടേൺസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ആവറേജ് പ്രൊഡക്റ്റും മാർജിനൽ പ്രൊഡക്റ്റും ഈക്വൽ ആവുന്ന ആ ഒരു സ്റ്റേജിൽ, ഈ ഒരു സ്റ്റേജിൽ ആവറേജ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് മാക്സിമം ആയിരിക്കും. അതായത് ആവറേജ് പ്രൊഡക്റ്റും മാർജിനൽ പ്രൊഡക്റ്റും ഈക്വൽ ആവുന്ന സ്റ്റേജ് നമുക്ക് ടേബിൾ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം. ആവറേജ് പ്രൊഡക്റ്റും മാർജിനൽ പ്രൊഡക്റ്റും ഈക്വൽ ആവുന്ന സ്റ്റേജ് എന്ന് പറയുന്നത് ഈ 14 ഈ ഒരു സ്റ്റേജ് ആണ് ഈക്വൽ ആവുന്നത്. അപ്പൊ ഈ ഒരു സ്റ്റേജിലായിരിക്കും ആവറേജ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് മാക്സിമം ആവുന്നത്, അതായത് ഏറ്റവും കൂടുതൽ വരുന്നത് ഈ ഒരു സ്റ്റേജിലായിരിക്കും. ആവറേജ് പ്രൊഡക്റ്റും മാർജിനൽ പ്രൊഡക്റ്റ് ഈക്വൽ ആവുന്ന ആ ഒരു സ്റ്റേജിലായിരിക്കും ആവറേജ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് മാക്സിമം ആകുന്നത്. അതിനുശേഷം ആവറേജ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് കുറയാൻ തുടങ്ങും. പക്ഷെ ആവറേജ് പ്രൊഡക്റ്റ് നെഗറ്റീവിലേക്ക് പോവുകയില്ല, മാർജിനൽ പ്രൊഡക്റ്റ് മാത്രമേ നെഗറ്റീവിലേക്ക് പോവുകയുള്ളൂ. അപ്പം ഈ ഒരു സ്റ്റേജ് ആണ് ഡിക്രീസ് റിട്ടേൺ എന്ന് പറയുന്നത്. അതായത് ആവറേജ് പ്രൊഡക്റ്റും മാർജിനൽ പ്രൊഡക്റ്റും കുറയുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ടോട്ടൽ പ്രൊഡക്റ്റും കുറയുകയാണ് ചെയ്യുന്നത്. അതായത് ഡിക്രീസിങ് റേറ്റിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഡിമിനിഷിങ് സ്റ്റേജ് അല്ലെങ്കിൽ ഡിക്രീസിങ് റിട്ടേൺ എന്ന് പറയാം. ദെൻ ഈ ഒരു ഏരിയ ആണ് നെഗറ്റീവ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയുന്നത്. അതായത് ടോട്ടൽ പ്രൊഡക്റ്റ് കുറഞ്ഞുകൊണ്ടിരിക്കും, ആവറേജ് പ്രൊഡക്റ്റ് കുറഞ്ഞുകൊണ്ടിരിക്കും, ദെൻ മാർജിനൽ പ്രൊഡക്റ്റ് നെഗറ്റീവിലേക്ക് പോകും. അതായത് ടോട്ടൽ പ്രൊഡക്റ്റ് മാക്സിമം ആയി കഴിഞ്ഞിട്ട് ടോട്ടൽ പ്രൊഡക്റ്റും ആവറേജ് പ്രൊഡക്റ്റും മാർജിനൽ പ്രൊഡക്റ്റും കുറയാൻ തുടങ്ങും. അതിൽ മാർജിനൽ പ്രൊഡക്റ്റ് നെഗറ്റീവിലേക്ക് പോവുകയും ചെയ്യും. അപ്പൊ എന്താണ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് ഷോർട്ട് ആൻഡ് കോൺസെപ്റ്റ് ആണ്. അപ്പം അവിടെ ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത് വേരിയബിളും ആയിരിക്കും, അതായത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. മറ്റു ഇൻപുട്സുകളൊക്കെ കോൺസ്റ്റന്റ് ആയിരിക്കും, അതിൽ നമുക്ക് ചേഞ്ചസ് വരുത്താൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ വേരിയബിൾ ഇൻപുട്സ്, ഇപ്പൊ നമ്മൾ ലേബേഴ്സ് ആണെങ്കിൽ വേരിയബിൾ ഇൻപുട്സ് എങ്കിൽ ലേബേഴ്സിന്റെ എണ്ണം കൂട്ടുന്നതിനനുസരിച്ച് ടോട്ടൽ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ടോട്ടൽ ഔട്ട്പുട്ട്സിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് അല്ലെങ്കിൽ എഫക്റ്റ് ആണ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷനിൽ പറയുന്നത്. അതായത് ലേബേഴ്സിന്റെ എണ്ണം കൂട്ടുന്നതിനനുസരിച്ച് ടോട്ടൽ ഔട്ട്പുട്ടിൽ ഉണ്ടാവുന്ന ചേഞ്ചസ്, അതായത് ടോട്ടൽ ഔട്ട്പുട്ട് കൂടുകയാണോ അതോ കുറയുകയാണോ അതോ എഫക്റ്റ് ഒന്നും ഉണ്ടാവുന്നില്ല എന്ന് കാണിക്കുന്നതാണ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ ആണ്. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഡൗട്ടുകൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. താങ്ക് യു.